തലപൊട്ടി ചോര ഒലിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് നൽകേണ്ടത്? പല രീതിയിലുള്ള മുറിവുകളാണ് ശരീരത്തിൽ സംഭവിക്കുക. ഇതിൽ ചിലതൊന്നും നമ്മൾ വലിയ കാര്യമായി എടുക്കാറില്ല. അതിൽ പ്രധാനപ്പെട്ടതാണ് മുള്ളു തറച്ചു കയറിയാൽ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല എന്നത്. സാധാരണ നമ്മൾ നിസ്സാരമായി കാണുന്ന മുറിവുകൾ ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. മുറിവുകൾ പലവിധമാണ്. അടഞ്ഞിരിക്കുന്നത്, രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, അഥവാ തുറന്നിരിക്കുന്ന മുറിവുകൾ എന്നിങ്ങനെ രണ്ടു വിധം. എന്നാൽ തുറന്നിരിക്കുന്ന മുറിവുകളെ അത്രയ്ക്കങ്ങ് നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ശരീരം ഏറ്റവും കൂടുതൽ രോഗഗ്രസ്തമാകാൻ തുറന്ന മുറിവുകൾ കാരണമാകും. അടഞ്ഞ മുറിവുകൾ അഥവാ ചതവുകൾ ഉണ്ടാകുന്നത് സാധാരണയാണ്. ശരീരത്തിൽ ഭാരമേറിയ വസ്തുക്കൾ വന്നു വീഴുക, കല്ലിലോ മറ്റു വസ്തുവിലോ ശക്തിയായി അടിച്ചു വീഴുക, റോഡ് അപകടങ്ങൾ, സ്പോർട്സ് എന്നിവ മൂലം ചതവുകൾ സംഭവിക്കാം. ഇത്തരം ചതവുകൾ പലപ്പോഴും മരണകാരണമാവുന്നവയാണ്. ഉദാഹരണത്തിന് തലയിലുണ്ടാകുന്ന ക്ഷതങ്ങൾ. തലയ്ക്ക് ചതവുള്ള ഒരു രോഗിക്ക് ചിലപ്പോൾ തലയോട് പൊട്ടി തലച്ചോറിൽ ക്ഷതം സംഭവിച്ചിരിക്കാം. തലയ്ക്ക് ചതവ് മാത്രമേയുള്ളൂ എന്ന് കരുതി അവഗണിച്ചാൽ രോഗി ചിലപ്പോൾ ഗുരുതരാവസ്ഥയിലെത്തിയെന്നു വരാം. ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുകയാണെങ്കിൽ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തുകയാണ്. ശേഷം തലയിലെ മുറിവിന് മുകളിൽ വൃത്തിയുള്ള തുണിയോ ഗോസോ വെച്ച ശേഷം തുണിയോ ബാൻഡേജോ വെച്ച് മൂടിക്കെട്ടുക. ബോധമുണ്ടെങ്കിൽ തല അല്പം ചരിച്ചു വെച്ച് കിടത്തുക. അപകടത്തെ തുടർന്ന് ശ്വാസതടസ്സമുണ്ടെങ്കിൽ ശ്വാസനാളം തുറക്കാനായി താടി ഉയർത്തുകയും തല അല്പം പുറകോട്ടാക്കുകയും ചെയ്യുക. അതേസമയം തലയിലെ മുറിവിൽ തറച്ചു നിൽക്കുന്ന അന്യവസ്തുക്കൾ നീക്കം ചെയ്യുക. തലയിലെ മുറിവ് ഉരച്ചു കഴുകി വൃത്തിയാക്കുക. രോഗിയെ കുലുക്കി ഉണർത്താൻ ശ്രമിക്കുക. രോഗിക്ക് മദ്യവും ഉറക്കഗുളികകളും നൽകുക. വീണുകിടക്കുന്ന രോഗികളെ അശ്രദ്ധയോടെ വലിച്ചു തൂക്കിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതോടൊപ്പം കൂർത്ത ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവുകൾ മുനയുള്ള ആയുധങ്ങൾ കൊണ്ടും നഖം, സൂചി, പല്ല്, മൃഗങ്ങളുടെ കടി എന്നിവ കൊണ്ടും ഉണ്ടാകുന്ന മുറിവുകൾ പുറമേ ചെറുതായി തോന്നുമെങ്കിലും ചർമ്മത്തിനുള്ളിൽ ആഴം കൂടുതലായിരിക്കും. വേദന, നീർക്കെട്ട്, ചതവ്, രക്തസ്രാവം എന്നിവ ഉണ്ടാവാം. അതിനാൽ കുട്ടികളിൽ പനിയും മറ്റുമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മുറിവുണ്ടാകുന്നതിനൊപ്പം ചെളിയും രോഗാണുക്കളും പ്രവേശിച്ചാൽ അവസ്ഥ ഗൗരവമുള്ളതാകുമെന്നതിനാൽ കരുതൽ നന്നായി തന്നെ വേണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.